നമുക്ക് ഒരു വചനം ഇപ്പോൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ 11 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഉറക്കെ വായിക്കാം. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കേണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവനവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്കവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനു അവൻ, അല്ലല്ല അബ്രഹാം പിതാവെ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ നിശ്ചയമായിട്ടും ഉത്തരം പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നരകം എന്നത് ഉണ്ടോ ഇല്ലയോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുണ്ടെന്ന് പറയുന്നു. അവിടെ എല്ലായ്പ്പോഴും കരച്ചിലും പല്ലുകടിയുമാണെന്ന് പറയുന്നു. അവിടെ വലിയ നിലവിളിയും ബഹളവുമാണെന്ന് കേൾക്കുന്നു. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നരകം എന്നത് വാസ്തവമായിട്ടും ഉള്ളതാണോ? നിങ്ങളിത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ചൂണ്ടുവിരൽ ഒരു മെഴുകുതിരിയുടെ മുൻപിൽ വെച്ചിട്ടുണ്ടോ? കെട്ടതായ മെഴുകുതിരിയല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയുടെ മുകളിൽ നിങ്ങളുടെ വിരൽ വെച്ചിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു മെഴുകുതിരിയുടെ മുകളിൽ നിങ്ങളുടെ വിരൽ വയ്ക്കാനായി ശ്രമിക്കുക. 1 നിമിഷം വയ്ക്കണം. 2-3 നിമിഷം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? 2-3 നിമിഷം നിങ്ങളുടെ ചൂണ്ടുവിരലാണ് ഒരു ചെറിയ കത്തുന്ന മെഴുകുതിരിയുടെ മുകളിൽ 4-5 സെക്കൻഡുകൾ വയ്ക്കാൻ കഴിയുമോ ഇല്ലയോ? ഇതേ ചോദ്യം തന്നെ ഞാൻ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു, കണ്ണുനീരോടുകൂടി. 25 വർഷങ്ങൾക്ക് മുമ്പാണത്. ഞാൻ ഏകനായി മുഴങ്കാൽ മടക്കി കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവേ, സത്യമായും നരകമെന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണമറിയാമോ? എന്താണ് കർത്താവേ? ആരെങ്കിലും ഒരിക്കൽ നരകത്തിലേക്ക് വീണുപോയാൽ പിന്നെ തിരികെ വരാനുള്ള സാധ്യതയില്ലല്ലോ. നരകത്തിലേക്കുള്ള പ്രവേശനവാതിലുണ്ടെന്നാൽ പുറത്തേക്ക് വരാനുള്ള വാതിലില്ല. നിങ്ങൾ ആശുപത്രിയിൽ ചെന്നാൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു വരും. ഈ വിശ്വാസമുണ്ട്. ഏതെങ്കിലും കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ അയാൾക്കും ഒരു വിശ്വാസമുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് എൻ്റെ ശിക്ഷ പൂർത്തിയായതിനു ശേഷം ഞാൻ ജയിലിൽ നിന്നും പുറത്തു വരുമെന്നുള്ളത്. പഠനത്തിനു വേണ്ടി ദൂരദേശത്തേക്ക് അല്ലെങ്കിൽ പട്ടണത്തിലേക്ക് മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയുമൊക്കെ വിട്ടിട്ട് അകലെ പോകുന്നതായ കുഞ്ഞുങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു ദിവസം തിരികെ വരുമെന്നുള്ളത്. പഠനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വരും, മാതാപിതാക്കളോടൊപ്പം താമസിക്കാം. അതുപോലെ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് ജോലിക്ക് വേണ്ടി വിദേശത്ത് പോയിരിക്കുന്നതായ ഭർത്താക്കന്മാർക്കാകട്ടെ അല്ലെങ്കിൽ ഭാര്യയ്ക്കാകട്ടെ ഒരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ,
ഞാൻ 2 വർഷക്കാലം ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി കടന്നു വന്നതായ ഒരു വ്യക്തിയാണ്. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോകും. എൻ്റെ ഭർത്താവിനോടൊപ്പം, ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം കഴിയുമെന്നുള്ളതായ ഒരു വിശ്വാസമുണ്ട്. പ്രിയ സഹോദരീ സഹോദര, ആശുപത്രിയിൽ കിടക്കുന്ന വ്യക്തിക്കുണ്ട് പുറത്തു വരുമെന്നുള്ള വിശ്വാസം. ജയിലിൽ കിടക്കുന്ന വ്യക്തിക്കുമുണ്ട് പുറത്തു വരുമെന്നുള്ള ഒരു വിശ്വാസം. വിദേശത്ത് പോകുന്ന വ്യക്തിക്ക് ഒരു ദിവസം തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമുണ്ട്. എന്നാൽ ഒരു വ്യക്തി നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിശ്വാസമില്ല. നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം മാത്രമാണുള്ളത്, പുറത്തിറങ്ങുന്ന കവാടമില്ല. അപ്പോൾ നരകത്തിൽ ചെന്നിട്ട് നീ എന്താണ് ചെയ്യേണ്ടത്? ബൈബിളിൽ പറയുന്നു, അവിടെ തീ കെടുകയില്ല, ശരീരത്തിൽ പിടിക്കുന്ന പുഴുക്കൾ ചാകില്ല, അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമായിരിക്കും ഉള്ളത്, അവിടെ നിലവിളി മാത്രമായിരിക്കും ഉള്ളത്. വേദന സഹിക്കവയ്യാതെ പല്ലുകടിക്കുന്നതായ ഭയങ്കരമായ അവസ്ഥ. അതെത്ര സമയത്തേക്കാണ്? ഒരു 2 നിമിഷത്തേക്ക് പോലും നിന്റെ ചൂണ്ടുവിരലിനെ മെഴുകുതിരിയുടെ മേൽ വയ്ക്കാൻ കഴിയില്ല, ആ വേദന സഹിക്കാൻ കഴിയില്ല. എന്നാൽ 1 മണിക്കൂർ നിനക്ക് ക്യാൻഡിലിൻ്റെ മുകളിൽ നിന്റെ വിരൽ വയ്ക്കാൻ കഴിയുമോ? 1 മണിക്കൂർ നേരത്തേക്ക്, അരമണിക്കൂർ നിന്റെ വിരൽ അങ്ങനെ വയ്ക്കാൻ കഴിയുമോ? 2 മിനിറ്റത്തേക്ക് നിന്റെ വിരൽ അങ്ങനെ വയ്ക്കാൻ കഴിയുമോ? 2 നിമിഷം പോലും ക്യാൻഡിലിൻ്റെ മുകളിൽ നിനക്ക് വിരൽ വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ മണിക്കൂറുകൾ നിന്റെ ശരീരം പൊള്ളിപ്പോകുമ്പോൾ നീ എങ്ങനെ സഹിക്കും? ഭാര്യയോട് കോപിച്ചുകൊണ്ടോ, ഭർത്താവിനോട് കോപിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടോ, നിന്നോട് ചെയ്തത് അനീതി സഹിക്കവയ്യാത്തതുകൊണ്ടോ, ചതിവ് സഹിക്കവയ്യാതെ, സാമ്പത്തിക പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ, കുടുംബ പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ, സാമ്പത്തിക പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ, ജീവിതത്തോട് വിരക്തി തോന്നിയിട്ട് ജീവിക്കുവാനുള്ളതായ ആഗ്രഹമില്ലാതെ മരിക്കുവാനായി ചിലർ മണ്ണെണ്ണയെടുത്ത് ദേഹത്തൊഴിക്കാറുണ്ട്, പെട്രോൾ ഒഴിച്ച് മരിക്കാനായി ശ്രമിക്കാറുണ്ട്, എന്നിട്ട് തീ കൊളുത്താറുണ്ട്. അവർ സ്വയമായിട്ട് പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണയൊഴിച്ച് അവർ മരിക്കുവാനായിട്ട് ശരീരത്തിലേക്ക് തീ കൊളുത്തിയതിൻ്റെ ശേഷം അവർ ഏറ്റവും ആദ്യം ചെയ്യുന്നതായ പ്രവൃത്തി എന്താണെന്നറിയാമോ? എന്താണെന്ന് പറയുക. ഞാൻ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്യുന്നത്, വേണമെന്ന് വിചാരിച്ചാണ്, അതുകൊണ്ട് ഞാൻ മൗനമായിരിക്കുമെന്ന് പറയുമോ? അതോ ആ പൊള്ളൽ സഹിക്കവയ്യാതെ തറയിൽ കിടന്ന് ഉരുളുമോ? എന്താണ് പറയുക? അവർ തറയിൽ കിടന്നുരുളും. ആ തീ കെടുത്തുവാനായിട്ടുള്ള ശ്രമം നടത്തും. എന്തുകൊണ്ടെന്നാൽ തീ കത്തുന്ന സമയത്ത് ശരീരത്തിലേക്കുന്ന പൊള്ളൽ സഹിക്കവയ്യാതെ അവർ ആ പൊള്ളലിൽ നിന്ന് വെളിയിൽ വരുവാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്വയമായിട്ടാണ് തീ കൊളുത്തി മരിക്കാൻ തുടങ്ങിയത്. ആ സമയം എത്ര സമയമാണ്? കൂടി വന്നാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു പോകും. ആ 5 മിനിറ്റ് സമയത്ത് ആ മനുഷ്യന്റെ ശരീരം പൊള്ളുമ്പോൾ ആ മനുഷ്യൻ പ്രാണവേദന കൊണ്ട് ഉരുളുന്നത് കാണാൻ കഴിയും. 5-10 മിനിറ്റ് പോലും സഹിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ പ്രിയ സഹോദര സഹോദരി, 5 മിനിറ്റല്ല, 10 മിനിറ്റല്ല, അരമണിക്കൂറല്ല, 1 മണിക്കൂറുമല്ല, 10 മണിക്കൂറുകളല്ല, 10 ദിവസങ്ങളല്ല, 100 ദിവസങ്ങളുമല്ല, 1000 ദിവസങ്ങളുമല്ല, 10,000 ദിവസങ്ങളല്ല, 1,00,000 ദിവസങ്ങളല്ല, 10,00,000 ദിവസങ്ങളുമല്ല, യുഗങ്ങൾ ആ തീയുടെ ഭയങ്കരമായ ചൂടിൽ സഹിക്കാൻ കഴിയാതെ പൊള്ളിയിരിക്കും. അത് താങ്ങാൻ കഴിയുമോ? 1 നിമിഷം ചിന്തിക്കുക. സഹിക്കാൻ കഴിയുമോ? ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, മരണവേദന സഹിക്കാൻ കഴിയാതെ അവർ കിടന്നുരുളുന്നത് കാണാം. അവർ കുറേ നേരം ഉരുളുമെന്നാൽ 5-10 മിനിറ്റിന് ശേഷം അവരുടെ ബോധം നഷ്ടപ്പെട്ട് മരിക്കാനും ഇടയാകും. കഥ കഴിഞ്ഞു. അവർ വിചാരിക്കും അല്പസമയത്തേക്കുള്ള വേദനയല്ലേ, ആ വേദന സഹിച്ചാൽ പ്രശ്നം തീരുമല്ലോ. എന്നാൽ അതുകൊണ്ട് പ്രശ്നം തീരുകയില്ല. മരിച്ച ശേഷമാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നീ സ്വയം മരിക്കാനിടയാകുന്നു, പിന്നെ നരകത്തിൽ ചെന്ന് കണ്ണുകൾ തുറക്കുന്നു. ഇവിടെ വെച്ച് നിന്റെ സങ്കടം സഹിക്കവയ്യാതെ നീ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ നരകത്തിൽ ചെന്നതിന് ശേഷമോ യുഗങ്ങളോളം ഈ വേദന സഹിച്ചുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എന്നോട് സത്യം പറയണമേ. പിതാവേ, സത്യം പറയണം, നരകമെന്നതുള്ളതാണോ? ആരെങ്കിലും നിന്റെ സ്നേഹത്തെയും നിന്റെ ക്ഷമയെയും കൈക്കൊള്ളാതെ അവർ മരിക്കുകയാണെങ്കിൽ അവർ ചെയ്ത പാപത്തിന്റെ ഫലമായി നരകത്തിലേക്ക് പോകേണ്ടി വരുമോ? അതൊരു ഭയങ്കരമായ സ്ഥലമാണെന്നും കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള ഇടമാണെന്നും അവിടെ തന്നെ യുഗങ്ങൾ തീയിൽ കിടക്കേണ്ടതായി വരുമെന്നും വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ദൈവമേ, സത്യം പറയണമേ, നരകമെന്നത് ഉള്ളതാണോ? ഇങ്ങനെ ഞാൻ മുഴങ്കാലിൽ വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തന്ന ഉത്തരം എന്താണെന്നറിയാമോ? എൻ്റെ മകനേ, നരകമെന്നത് യഥാർത്ഥമായി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ
എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്? എൻ്റെ പ്രിയപ്പെട്ട പുത്രനോട് എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ അവർ അന്യായമായ കുറ്റം വിധിച്ചുകൊണ്ട് എൻ്റെ പുത്രൻ്റെ മുഖത്തവർ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ, എൻ്റെ പുത്രൻ്റെ മുഖത്തവർ തുപ്പുമ്പോൾ, തലയിൽ മുൾക്കിരീടങ്ങൾ വച്ചപ്പോൾ ഞാൻ എങ്ങനെയാണ് സഹിച്ചത്? എന്തുകൊണ്ടാണ് ഞാൻ സഹിച്ചതെന്നറിയാമോ? കുറയെ 40 ചാട്ടവാർ അടികൾ കൊണ്ട് മാരകമായി അടിച്ചെൻ്റെ മകൻ്റെ ശരീരം മുഴുവനും മുറിവേൽപ്പിച്ചപ്പോൾ, എൻ്റെ പുത്രൻ ആ വേദന സഹിക്കവയ്യാതെ നിലവിളിച്ചപ്പോൾ എനിക്കെങ്ങനെയാണ് സഹിക്കാനായിട്ട് കഴിഞ്ഞത്? നരകമെന്നത് ഇല്ലായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ മകനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു? ഭാരമേറിയ മരക്കുരിശ് എൻ്റെ മകൻ്റെ തോളിൽ വെച്ചുകൊണ്ട് അവൻ വീണും എഴുന്നേറ്റും ആ ഭാരമേറിയ ക്രൂശുമായി പോകുമ്പോൾ, വഴിയരികിൽ തളർന്നു വീഴുമ്പോൾ ഞാൻ എങ്ങനെയാണത് കണ്ട് സഹിച്ചത്? അതെല്ലാം കണ്ടിട്ടും ഞാൻ എന്തുകൊണ്ട് മൗനമായിരുന്നു എന്നറിയാമോ? ഒരു തെറ്റും ചെയ്യാത്തതായ എൻ്റെ മകൻ്റെ കൈകളിലേക്ക് അവർ 5ഉം 6ഉം തുരുമ്പ് പിടിച്ചതായ വലിയ വലിയ ആണികൾ അടിച്ചിറക്കുന്ന സമയത്ത്, കൈകാലുകളിൽ ആണികൾ അടിച്ചിറക്കിയ സമയത്ത്, എൻ്റെ മകൻ നിലവിളിച്ച സമയത്ത് ഞാനും എൻ്റെ മകനും അതെന്തുകൊണ്ട് സഹിച്ചു എന്ന് അറിയാമോ? എൻ്റെ മകനെ, നരകമെന്നത് സത്യമായതുകൊണ്ടാണ് എൻ്റെ പുത്രനെ ക്രൂശിനേൽപ്പിച്ചു കൊടുത്തത്. മരണശിക്ഷ ഏൽക്കുവാൻ വേണ്ടി അവനെ അയച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നരകമെന്നത് സത്യമാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള ഭയങ്കരമായൊരു സ്ഥലമുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഒരു വ്യക്തി ഒരു പ്രാവശ്യം നരകത്തിലേക്ക് വീണാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ കാര്യം സത്യമാണ്. യുഗങ്ങൾ നരകത്തിൽ വെന്തെയ്യാനിടയാകും. അത് സത്യമാണ്. അത് സത്യമായതുകൊണ്ടാണ് നീയാകട്ടെ നിന്നോടൊപ്പമുള്ളവരാകട്ടെ നരകത്തിൽ പോകാതിരിക്കുവാൻ, സകല മനുഷ്യരും ചെയ്തതായ പാപത്തിന്റെ ശിക്ഷയായ നരകയാതന വരാതിരിക്കുവാനാണ് എൻ്റെ മകനെ ക്രൂശിനേൽപ്പിച്ചു കൊടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും വരാനിരുന്നതായ സകല ശിക്ഷയും എൻ്റെ മകൻ ഏറ്റെടുത്തു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നരകമെന്നത് വാസ്തവമാകൊണ്ടാണ്. ആ നരകത്തിൽ നീ വീഴാതിരിക്കുവാനാണ് എൻ്റെ പുത്രൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാണനെ കൊടുത്തത്. നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷയും താൻ ഏറ്റെടുത്തു. നിങ്ങൾ മരിക്കേണ്ടിയിരുന്ന ഇടത്ത് താൻ മരിക്കുവാനിടയായി. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ മരിക്കാതിരിക്കുവാൻ, നിങ്ങൾ നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ. എൻ്റെ മകനെ, നരകമെന്നത് വാസ്തവമായും ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പുത്രനെ ഞാൻ അയച്ചത്. നരകമെന്നത് വാസ്തവമല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകനെ ഞാൻ എന്തിന് അയക്കണം? ക്രൂശിൽ മരിക്കുവാനായിട്ട് അവനെ അയക്കണം. ആ വേദന സഹിക്കവയ്യാതെ എൻ്റെ പുത്രൻ കരഞ്ഞതറിയാമോ? പിതാവേ, പിതാവേ, എന്നെ കൈവിട്ടതെന്ത്? ഇങ്ങനെ എൻ്റെ മകൻ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു, എൻ്റെ തല കുനിച്ചു. കാരണമെന്നറിയാമോ? എൻ്റെ പുത്രൻ അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ട് ഞാൻ സഹിക്കവയ്യാതെ എൻ്റെ മകനെ രക്ഷിച്ചാൽ മനുഷ്യൻ ശപിക്കപ്പെടും. എൻ്റെ മകൻ നിലവിളിക്കുന്ന സമയത്ത് ഞാൻ തല തിരിച്ചു കളഞ്ഞു. കാരണമറിയാമോ? നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് നരകത്തിൽ കിടക്കുന്നത് കാണുവാൻ കഴിയാത്തതുകൊണ്ടാണ്. എൻ്റെ മകനെ, നരകമെന്നത് വാസ്തവമായും ഉള്ളതാണ്. സഹോദരീ സഹോദര, എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നരകമെന്നത് വാസ്തവമായും ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നവരെന്ന് കരമുയർത്താമോ? എത്ര പേർ വിശ്വസിക്കുന്നു? രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. അതിനായി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കുള്ള സമ്പത്തെല്ലാം ദൈവത്തിനായി കൊടുക്കണമോ? നിങ്ങളുടെ സകലതും രക്ഷിക്കപ്പെടേണ്ട വേണ്ടി നിങ്ങൾ ദാനം ചെയ്യണമോ? ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തിരിക്കുന്നു. ഒരു ദിവസം ഒരു സഭയിലെ മൂപ്പൻ മരിച്ചു. നോക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ യേശു നിൽക്കുന്നു. നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് എന്തുകൊണ്ട് കയറ്റണം എന്ന് അവനോട് ചോദിച്ചു. ഇത് കേവലം കഥ മാത്രമാണ്. കർത്താവെ, എന്തുകൊണ്ടെന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമെന്ന് ചോദിക്കുന്നുവോ? അങ്ങേക്കറിയില്ലേ ഞാൻ സഭയിലെ മൂപ്പനായിരുന്നു എന്നത്? ഓഫറിംഗ് എടുക്കുന്ന വ്യക്തിയായിരുന്നുവെന്ന്. കർത്തൃമേശ ശുശ്രൂഷ ഞാനാണ് ചെയ്യുന്നത്. അത് നിനക്കറിയില്ലേ കർത്താവേ? ദൈവവേലയിൽ ഭാഗവാക്കാകുന്ന വ്യക്തിയാണ്. സഭയിലെ കസേരയൊക്കെ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. എന്താണ് വാങ്ങിക്കൊടുത്തത്? കസേരകൾ വാങ്ങിക്കൊടുത്തുവെന്ന്. നിങ്ങൾക്കറിയില്ലേ കർത്താവേ? ശരി, അങ്ങോട്ട് മാറി നിൽക്ക. മറ്റൊരാൾ വന്നു. നിന്നെ എന്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം? എന്താണ് കർത്താവ് നീ അങ്ങനെ ചോദിക്കുന്നത്? എല്ലാ ഞായറാഴ്ചകളിലും ഞാനാണല്ലോ സഭയിൽ ബൈബിൾ വായിക്കുന്നത്.
ഒരു വ്യക്തി മുമ്പോട്ട് വന്ന് ബൈബിൾ വായിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെയായിരിക്കും ആ കാര്യത്തിനായി നിർബന്ധിക്കുന്നത്. പല ആളുകളും അതിനുവേണ്ടിയാണ് ചർച്ചിൽ കടന്നു വരുന്നത്. എന്തിനാണ്? ബൈബിൾ വായിക്കാൻ. ഞാൻ പാട്ട് പാടുന്നവനല്ലായിരുന്നോ കർത്താവേ? ബൈബിൾ വായിക്കുന്നവനല്ലായിരുന്നോ കർത്താവേ? ഞങ്ങളുടെ ഇടയൻ ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 6 വാക്യമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും വായിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മത്സരിച്ച് വായിക്കുമായിരുന്നല്ലോ. ആര് വായിക്കുന്നതിന് മുൻപാണ്? അവൾ വായിക്കുന്നതിന് മുൻപ് എനിക്കാദ്യം വായിക്കണം. ബൈബിൾ വായിക്കുന്ന വിഷയത്തിൽ മത്സരം, സഭയുടെ സെക്രട്ടറി ആയിരിക്കാനായിട്ട്, പ്രസിഡന്റ് ആയിരിക്കാനായിട്ട് നടത്തുന്ന ആ മത്സരം. കർത്താവ്, ഇലക്ഷനിൽ ഞാനായിരുന്നല്ലോ മത്സരിച്ച് ജയിച്ചിരുന്നത്. ചോദിക്കട്ടെ, സ്വർഗത്തിലേക്കുള്ളതായ പ്രവേശന കവാടത്തിന്റെ മുൻപിൽ യേശുക്രിസ്തു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിന്നെ എന്തുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നിന്റെ ഉത്തരം എന്താണ്? എന്തു പറഞ്ഞുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകും? ഞാൻ കൽവരി ടെമ്പിളിൽ സുവിശേഷ വേലയുടെ ഭാഗവാക്കായി നിന്ന വ്യക്തിയാണല്ലോ കർത്താവേ. പൂർണ്ണ സുവിശേഷ പ്രവർത്തനം ചെയ്ത വ്യക്തിയായിരുന്നല്ലോ. കൽവരി ടെമ്പിളിലെ അംഗമാണല്ലോ കർത്താവേ എന്ന് പറഞ്ഞാൽ കർത്താവ് അകത്തേക്ക് പ്രവേശിപ്പിക്കുമോ? സുവിശേഷം ദാനം ചെയ്തല്ലോ കർത്താവെ, ആലയ നിർമ്മാണത്തിനു വേണ്ടി സഹായം ചെയ്തല്ലോ, ദശാംശം കൊടുത്തല്ലോ കർത്താവേ. അതുകൊണ്ട് ദൈവം അകത്തേക്ക് പ്രവേശിപ്പിക്കുമോ? കടന്നുവരുന്ന ഓരോരുത്തരും എന്തൊക്കെയോ പറയുന്നു. എല്ലാ ആഴ്ചകളിലും ഞാൻ സ്തോത്രകാഴ്ച കൊടുത്തല്ലോ കർത്താവെ, എല്ലാ മാസങ്ങളിലും ഞാൻ ദശാംശം കൊടുത്തല്ലോ കർത്താവെ, മുടങ്ങാതെ ഞാൻ ആരാധനയിൽ പങ്കെടുത്തുവല്ലോ കർത്താവെ. ഓരോരുത്തരും അങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നു. എല്ലാവരോടും പറഞ്ഞു മാറി നിൽക്കുക, മാറി നിൽക്കുക. അവസാനം 8 വയസ്സുള്ളൊരു കുട്ടി വന്നു. ഒരു വെളുത്ത ഫ്രോക്കും ധരിച്ചവൾ നടന്നു വന്നു. അവളെ കണ്ടുകൊണ്ടും യേശുക്രിസ്തു ചോദിച്ചു, മകളെ, നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായി നിനക്ക് ഉള്ളതായ യോഗ്യതയെന്ത്? ആ പെൺകുട്ടി എന്തു പറഞ്ഞെന്നറിയാമോ? കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചുവല്ലോ, എൻ്റെ സകല തെറ്റുകളും അങ്ങ് സ്വയം ഏറ്റെടുത്തുവല്ലോ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചുവല്ലോ, ആ സത്യത്തെ ഞാൻ കൈക്കൊണ്ടുവല്ലോ, അങ്ങ് എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുവല്ലോ. അതിലധികമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യാതൊരു യോഗ്യതയും എൻ്റെ കയ്യിലില്ല കർത്താവേ. നീ എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ. മകളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ കാത്തുനിന്നത് എന്ന് പറഞ്ഞ് കർത്താവ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഉത്തരം എന്താണ്? നിനക്ക് പറയാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനായി നീ മരിച്ചുവല്ലോ, ആ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ നീ എന്നോട് ക്ഷമിച്ചുവല്ലോ, എനിക്കൊരു പുതിയ ഹൃദയത്തെ തന്നുവല്ലോ, എൻ്റെ ഹൃദയത്തിൽ നീ പ്രവേശിച്ചുവല്ലോ, നീ എൻ്റെ രക്ഷകനായിട്ട് മാറിയല്ലോ, എൻ്റെ ജീവിതത്തെ അങ്ങ് കൈക്കൊണ്ടുവല്ലോ. അതിലുപരിയായി എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? പ്രിയ സഹോദര സഹോദരി, സ്വർഗത്തിൽ വെച്ച് യേശുക്രിസ്തു നമ്മെ സ്വീകരിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് യേശുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കണം. നിന്റെ ഹൃദയത്തിൽ അവൻ കടന്നു വരാതെ അവൻ്റെ ഗൃഹത്തിലേക്ക് നിനക്ക് കടന്നു പോകാനുള്ള ചാൻസ് ഇല്ല. എല്ലാവർക്കും ഹൃദയമുണ്ട്. ആ ഹൃദയം ദൈവം നിവസിക്കുന്ന ഗൃഹമാണ്, ദൈവം നിവസിക്കുന്ന ആലയമാണ്. ദൈവം നിവസിക്കുന്ന ആലയമായിരിക്കുന്ന ഹൃദയത്തിൽ ദൈവമില്ല എങ്കിൽ അവൻ നിവസിക്കുന്ന സ്വർഗമെന്ന ഗൃഹത്തിൽ നിനക്ക് വസിക്കാനുള്ള ചാൻസ് ഇല്ല. എത്ര പേർക്ക് പറയാൻ കഴിയും, ഹൃദയമാകുന്ന എൻ്റെ ഗൃഹത്തിൽ, ഹൃദയമാകുന്ന എൻ്റെ ആലയത്തിൽ എൻ്റെ യേശു വസിക്കുന്നുവെന്ന്? നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഗൃഹമായിരിക്കുന്ന സ്വർഗത്തിൽ നിനക്കും വസിക്കാൻ കഴിയില്ല. നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ വാതിൽ മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ആ വചനം വായിക്കാം. 3 അധ്യായം 20 വാക്യം വായിക്കുകയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഏത് വാതിൽക്കൽ നിന്നാണ്? ഹൃദയമാകുന്ന വാതിലിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയ സഹോദര സഹോദരി, ദൈവം നിവസിക്കുന്നതായ ആലയമായിരിക്കുന്ന അല്ലെങ്കിൽ ഗൃഹമായിരിക്കുന്ന അവൻ്റെ മുറിയായിരിക്കുന്ന ഹൃദയത്തിൻ്റെ പുറത്ത് യേശു നിന്ന് മുട്ടുകയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കൂ. നിന്റെ ഹൃദയമാകുന്ന മുറിയിലേക്ക് എനിക്ക് പ്രവേശനം നീ നൽകുന്നില്ല എങ്കിൽ എൻ്റെ ഗൃഹമായിരിക്കുന്ന സ്വർഗത്തിൽ നിനക്കും പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഭൂമിയിൽ വെച്ച്
നീ എന്നെ സ്വീകരിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ വെച്ച് നിന്നെ എനിക്ക് സ്വീകരിക്കുവാനും കഴിയുകയില്ല. അന്നെന്നോടും കർത്താവ് അതാണ് പറഞ്ഞത്, മകനേ, നരകമെന്നത് സത്യമാണ്, അത് നിശ്ചയമായുള്ളതാണ്. യേശുക്രിസ്തു സുവിശേഷം അറിയിച്ചതായ സമയത്ത് മത്തായി ആ സുവിശേഷം എഴുതി, മർക്കോസ് ആ സുവിശേഷം എഴുതി, ലൂക്കോസ് ആ സുവിശേഷം എഴുതി, യോഹന്നാനും എഴുതി, യേശുവിന്റെ സുവിശേഷം 4 പേരും എഴുതി. ഈ 4 സുവിശേഷങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ യേശു ഏകദേശം 56 പ്രാവശ്യം നരകത്തെക്കുറിച്ച് സംസാരിച്ചു, 24 പ്രാവശ്യം സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചു. ചോദിക്കട്ടെ, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? നരകത്തെക്കുറിച്ചാണോ അതോ സ്വർഗത്തെക്കുറിച്ചാണോ? നരകത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള, കരച്ചിലും പല്ലുകടിയും ഉള്ള നരകത്തെക്കുറിച്ച് യേശു പല പ്രാവശ്യം പറഞ്ഞു. എന്നാൽ സ്വർഗം എങ്ങനെയായിരിക്കുമെന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ല എന്നും ഒരു ചെവിയും കേട്ടിട്ടില്ല എന്നും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയിട്ടില്ല എന്നും പറഞ്ഞ് കർത്താവ് സ്വർഗത്തെക്കുറിച്ച് വിവരിച്ചു. ഒന്നുമാത്രം പറഞ്ഞു, അവിടെ കണ്ണുനീർ കാണില്ല, അവിടെ വിശപ്പ് കാണില്ല, അവിടെ കരച്ചിൽ കാണില്ല, അവിടെ നിത്യവും സന്തോഷമാണ്, ഉല്ലാസമാണ്, ഉത്സവമാണ്. അതാണ് സ്വർഗത്തിലുള്ളത്. അതുമാത്രം സത്യമാണ്. പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ നരകത്തെക്കുറിച്ച് കൂടുതലായിട്ട് പ്രസ്താവിച്ചതിന്റെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അത് സത്യമാകൊണ്ടാണ്. നരകമെന്നത് സത്യമായും ഉള്ളതുകൊണ്ടാണ്. ഇന്നാരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ, കർത്താവേ, ഇപ്പോൾ വരെയും ഞാൻ എൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു, നരകമുണ്ടെന്നറിയാമെങ്കിലും അത് ഇത്ര തീവ്രമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ ഒരുപക്ഷെ മരിക്കുകയാണെങ്കിൽ നരകത്തിൽ ചെന്നായിരിക്കും കണ്ണുകൾ തുറക്കുന്നത്. എന്നാൽ ഈ ദിവസം അങ്ങ് പറഞ്ഞ ഈ സുവിശേഷം കേട്ടപ്പോൾ എന്നെ ജീവിപ്പിക്കാനാണ് യേശു മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനേക്കാളധികം എനിക്കെന്ത് വേണം? ഈ നിമിഷം തന്നെ യേശു ക്രിസ്തുവിനെ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശുവിനെ ഈ ക്ഷണം തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ക്ഷണിക്കുകയാണ്, പ്രവേശിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഇപ്പോൾ ഉയർത്താമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരേണമേ. എൻ്റെ ദൈവമായിട്ട്, എൻ്റെ രക്ഷകനായിട്ട് അങ്ങയെ സ്വീകരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലുള്ളതായ സകല ഇരുട്ടിനെയും അകറ്റിക്കളയണമേ, സകല പാപത്തെയും കഴുകണമേ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റണമേ ദൈവമേ. എൻ്റെ ഹൃദയത്തിൽ നീ നിവസിച്ചുകൊണ്ട് എന്നെ നടത്തണമേ ദൈവമേ. ഇന്നു മുതൽ നിന്റെ രാജ്യത്തിൽ ഞാൻ പ്രവേശിക്കുന്നതുവരെയും എന്നിൽ വസിക്കണമേ. എന്നോടൊപ്പം നീ വസിക്കണമേ, എന്നെ നീ നടത്തണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address: Calvary, Post Box number 30, Kokatpalli, Hyderabad 72.